ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ വന്നിരുന്ന അടിക്കണം നുണയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ നുണയാണ്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സരസ്വതി അമ്മ വന്ന് അങ്ങോട്ട് സരസ്വതി അമ്മയ്ക്ക് അവിടെ കയറി പറ്റാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ പാവം രോഹിത്തിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. രോഹിത് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് സരസ്വതി അമ്മയുടെ സംസാരം. രോഹിത്ത് വിളിച്ചു പറഞ്ഞു പൂജയുടെയും അതുപോലെ തന്നെ സുമിത്രയുടെയും ഒപ്പം പോയി താമസിക്കാൻ. അങ്ങനെ പറഞ്ഞ രോഹിത്തിൻ്റെ വാക്കുകൾക്ക് വില വെച്ചുകൊണ്ടാണ് സരസ്വതി അമ്മ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതിനനുസരിച്ച് അച്ഛമ്മ ഇവിടെ താമസിക്കാൻ വന്നതാണോ എന്ന് പൂജ ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ എന്നും പറഞ്ഞതേ നമ്മുടെ പൂജമോളോട് സരസ്വതി അമ്മ പറയുക. സുമിത്രയ്ക്ക് ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ തള്ള ജീവിതത്തിൽ നന്നാവത്തില്ല, നന്നായിട്ടും ഇല്ല എന്നുള്ളത്. അങ്ങനെ സരസ്വതി അമ്മ അവിടെ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും നടത്തുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് നമ്മുടെ സുമിത്ര ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ ഇരിക്കണു. സുമിത്രയും പൂജയും അമ്മ ഒന്ന് വന്നേന്നും പറഞ്ഞ് പൂജ സരസ്വതിയമ്മയുടെ മുന്നിൽ നിന്ന് സുമിത്രയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സരസ്വതി അമ്മ ഒരു കള്ള നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞത് ഏറ്റില്ലേ, ഞാൻ പറഞ്ഞതെന്താ വിശ്വസിച്ചില്ലേ? അങ്ങനെ ആ ഒരു മൈൻഡിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നി കാണുമോ, ഈ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തായാലും സരസ്വതി അമ്മയ്ക്ക് അവിടെ താമസിച്ചേ പറ്റൂ. സരസ്വതി അമ്മയ്ക്ക് പോകണമല്ലോ. ഒരു മനുഷ്യർ പോലും അടിച്ചതിനകത്ത് കയറ്റിയല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ സരസ്വതി അമ്മ ആ ഒരു ഇതിലിരിക്കുന്നു. ഇങ്ങനെ ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ സരസ്വതി അമ്മ അവിടെ ഇവരെന്താണ് പറയുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് കയറി ചെന്ന് ഇവർ രണ്ടുപേരും കൂടി അച്ചമ്മ പറഞ്ഞതൊക്കെ കേട്ടില്ലേ എന്ന് ചോദിക്കുന്നു. എല്ലാം കേട്ടു മോളെ, അവർ മനഃപൂർവ്വം നുണയുണ്ടാക്കി പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് അമ്മയുടെ തീരുമാനം എന്താ? അച്ചമ്മയെ ഇവിടെ തന്നെ താമസിപ്പിക്കാനാണോ? അച്ചമ്മ ഇനി ഇവിടെ തന്നെയാണോ നിൽക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ താമസിക്കാനുള്ള വരവാണെന്ന് ആ സഞ്ചി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്. പുള്ളിക്കാരി മനഃപൂർവ്വം ഓരോ കാരണങ്ങളുണ്ടാക്കി പറയുന്നതാണെന്ന് പറഞ്ഞു. കേട്ടില്ലേ അമ്മേ, മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് പോലും പറഞ്ഞത്? അച്ഛൻ ജീവനോടെ ഉണ്ട്, അച്ഛൻ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അച്ഛന് സംഭവിച്ചതൊന്നും സരസ്വതി അമ്മ അറിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ അതിവർ തമ്മിൽ പറയുകയും ചെയ്തു. അച്ഛമ്മ അച്ഛന് സംഭവിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ വന്ന് നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മുൻ നിർത്തിക്കൊണ്ട് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അച്ഛമ്മ ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം പൂജ പറഞ്ഞപ്പോൾ ശരിയാണ്, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമ്മളായിട്ട് ഇനി മാറ്റാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത് ജീവനോടെ ഉണ്ടെന്ന് ചുമ്മാതെയാണെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് അതൊരു ആശ്വാസമാണല്ലോ. അങ്ങനെ സരസ്വതി അമ്മ പുറത്ത് ആലോചിച്ചിരിക്കുക, ദൈവമേ ഇനി ഇവിടുന്ന് ഇറക്കി വിടുക എന്നുള്ളത്. സരസ്വതി അമ്മ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒളിഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വന്നു. ഇതെവിടം വരെ പോകുമെന്ന് നോക്കാം, എന്തായാലും തൽക്കാലം ഒന്നും പ്രതികരിക്കാൻ പോവണ്ട എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ അമ്മയും മകളും കൂടെ ആ തീരുമാനം എടുത്ത് നേരെ സരസ്വതി അമ്മയുടെ അടുത്തേക്ക് വന്നു. സരസ്വതി അമ്മയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞിട്ട് അച്ഛമ്മ ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഏതായാലും അച്ഛൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അച്ഛമ്മ എന്താണെങ്കിലും ഇവിടെ നിന്നോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇവർ പറയുമ്പം സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. സരസ്വതി അമ്മ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. സരസ്വതി അമ്മയ്ക്ക് ഒരു കിടപ്പാടം കിട്ടിയല്ലോ. ഇനിയിപ്പോൾ തൻ്റെ യഥാർത്ഥ സ്വരൂപം എങ്ങനെയൊക്കെ വേണമെങ്കിലും സുമിത്രയുടെ അടുത്ത് എടുക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വല്യമ്മ വന്ന് കയറിയത്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. അപ്പോൾ എന്തിനും ഏതിനും ഒരു ശ്രദ്ധ വേണമെന്നും സരസ്വതി അമ്മയുടെ മേലൊരു കണ്ണ് വേണമെന്നും സുമിത്ര പൂജയോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഒരു ധാരണയും കാര്യങ്ങളൊക്കെ അതും ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ദീപു ആണെങ്കിൽ അവിടെ വീട്ടിലേക്ക് കയറി ചെന്നു കഴിഞ്ഞപ്പോൾ ദീപുവിൻ്റെ പ്രവൃത്തികളും ദീപുവിൻ്റെ കയ്യിലിരിപ്പും ദീപു കൊണ്ടുവന്ന പൈസ ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു സംശയവും കാര്യങ്ങളും, പിന്നെ അവർ തമ്മിൽ ഭയങ്കര വഴക്കും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ ചിത്ര ഒരു കാരണവശാലും ദീപുവിൻ്റെ കള്ളത്തരങ്ങൾക്ക് നിന്ന് കൊടുക്കില്ല എന്നുള്ള കാര്യം ദീപുവിന് മനസ്സിലായി. ഇത്രയും ദിവസം ഈ ചിത്രയുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിച്ചതിൻ്റെ സകലത്തിനുമുള്ള മറുപടി കിട്ടിയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ ചിത്ര ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ചിത്ര ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാതെ ദീപുവിനെ വീട്ടിലേക്ക് കയറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ നീ എന്നെ സംശയിക്കുന്നതൊക്കെ ശരിയാണെന്നും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഓഫീസിലേക്കാണെന്ന് പറഞ്ഞ് ഈ പോകുന്ന ദീപുവേട്ടൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ ഓഫീസിലേക്കല്ല പോകുന്നത്, നിങ്ങൾ വേറെന്തോ പരിപാടിക്ക് പോണതാണെന്നൊക്കെ ചിത്ര പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞതെല്ലാം ശരിയാണ്, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓഫീസിലേക്കൊന്നും അല്ല പോകുന്നതെന്ന് ദീപുവും പറഞ്ഞു. എനിക്ക് അങ്ങനെ പോകാനായിട്ട് ഒരു ഓഫീസ് ഇല്ല എന്നുള്ള കാര്യവും പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിത്രയൊന്ന് പേടിച്ചു. അപ്പോൾ
എന്തിനും ഏതിനും പട്ടിണി കിടക്കാനാണെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എന്നെയും നമ്മുടെ മകനെയും ഈ കുടുംബത്തിനെയും അത്രമേൽ സ്നേഹിക്കുന്ന നീ ഒരിക്കലും പട്ടിണി കിടക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും നിന്നെയും നമ്മുടെ മകനെയും പട്ടിണി കിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപു തൻ്റെ സകല തെറ്റുകളും ചിത്രയുടെ മുന്നിൽ ഏറ്റു പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ചിത്രയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ചിത്ര അന്നേരത്തേക്കും ദീപുവിനെ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ സുമിത്രയോട് ചെയ്യുന്ന ചതി അത് ഒരിക്കലും ന്യായമല്ല എന്ന് ചിത്ര പറഞ്ഞു. സ്വന്തം കൂടപ്പിറപ്പിനെ, സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന കൂടപ്പിറപ്പിനെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്നും കൂടി നമ്മുടെ ഈ ചിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിവർത്തികേട് കൊണ്ട് ദീപു ഇതെല്ലാം തുറന്നു പറഞ്ഞത്. തുറന്നു പറഞ്ഞില്ലെങ്കിൽ ദീപുവിൻ്റെ കള്ളത്തരങ്ങൾ മുഴുവൻ ചിത്ര ചെന്ന് സുമിത്രയോട് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ദീപുവിന് ആരും ഇല്ലാതാകും. അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദീപു ഫുള്ളുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഭാര്യയുടെ ആ ഒരു സിമ്പതിയൊക്കെ മേടിച്ചു. അങ്ങനെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ചിത്ര സമാധാനിപ്പിക്കുക. ദീപുവിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുതല്ലോ. അപ്പോൾ ഇത്രത്തോളം മനസ്സ് വേദനിച്ച് ഇത്രത്തോളം തനിക്കും തൻ്റെ മകനും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഭർത്താവിനെ കൂടെ നിർത്തുകയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെ നമ്മുടെ ചിത്രയും ചെയ്തു. അങ്ങനെ ആ ഒരു സംഭവം ഇവർക്കിടയിൽ നടക്കുന്നു. ഇതേ സമയത്ത് വീണ്ടും സുമിത്രയിലേക്കും അതുപോലെ പൂജമോളിലേക്കും സരസ്വതിയിലേക്കും ഒക്കെ കാര്യങ്ങൾ തിരിഞ്ഞു വരിക. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഒരു കഞ്ഞിയോ ഒരു പയറോ ഒക്കെ ആയിരിക്കാം ഒരു ദിവസം സുമിത്രയുടെയും പൂജയുടെയും ഭക്ഷണം. അതുപോലെ അവർ അതിൻ്റേതായ ഇതിൽ ആ ഒരു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാനാണ് അമ്മയും മകളും ശ്രമിക്കുന്നത്. ഈ സരസ്വതി അമ്മ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ ഭരണം, അതായത് അവിടെ കിടക്കാൻ ഒരിടം കിട്ടി എന്നൊരു സാഹചര്യം വന്നപ്പോഴേക്കും സരസ്വതി അമ്മയുടെ യഥാർത്ഥ സ്വരൂപം പുറത്തേക്ക് ചാടി. കഞ്ഞിയും പയറും കൊടുത്തു കഴിഞ്ഞപ്പോൾ സരസ്വതിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സരസ്വതിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കുള്ള ഭക്ഷണം വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി. അപ്പോഴേക്കും ഭയങ്കര തൻ്റെയോട് എടുക്കാനൊക്കെ തുടങ്ങി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര അത് മുളയിലെ നുള്ളിയാലല്ലേ ശരിയാവത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പൂജമോള് പറഞ്ഞു, ദേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളൂ അച്ഛമ്മേ. അച്ഛമ്മ ഉള്ളത് കൊണ്ടൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞപ്പം ഇത്രയും കാലം അവിടെ അതായിരുന്നു, ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോഴും ഇതാണോ, ഈ രീതിയിലൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ സുമിത്ര പറഞ്ഞു, അമ്മ ഒട്ടും മാറിയിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മയെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റി താമസിപ്പിച്ചത്. പിന്നെ കിടക്കാനൊരിടം തന്നു എന്ന് കരുതി അമ്മയുടെ പഴയ സ്വഭാവമൊന്നും ഇവിടെ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതമ്മ ഓർമ്മയിൽ വെച്ചോളണം. ഈ വീട്ടിൽ ഉള്ളത് കൊണ്ട് അത് എന്താണെങ്കിലും അത് കഴിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ സന്തോഷമായി ജീവിക്കാനാണ് ഞാനും എൻ്റെ മോളും ആഗ്രഹിക്കുന്നത്. ഒരടവും നടക്കില്ലെന്ന് തന്നെ സുമിത്ര പറഞ്ഞു. ദേ അങ്ങനെയെങ്ങാനും അമ്മ എന്തെങ്കിലും ചെയ്യാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നേരെ പുറത്തേക്കുള്ള വാതിൽ ഞാനങ്ങ് തുറന്നു തരും, ഇറക്കി വിടത്തേ ഉള്ളൂ. പിന്നെ അടങ്ങി ഒതുങ്ങി ഞങ്ങൾ പറയുന്നത് കേട്ട് ഉള്ളത് കഴിച്ച് ഇവിടെ കിടക്കാമെന്നുണ്ടെങ്കിൽ മാത്രം അമ്മ ഇവിടെ നിന്നാൽ മതി. ഇല്ലെങ്കിൽ അമ്മയുടെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളും പറയുവാണ് നമ്മുടെ സുമിത്ര. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തള്ളയുടെ പണ്ടത്തെ ഒരു വക നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടത്തിൽ തന്നെ സുമിത്ര ഇങ്ങനെ നോക്കുക. അങ്ങനെ സരസ്വതിയുടെ ഒരടവ് നടക്കില്ലെന്നുള്ള കാര്യം സരസ്വതിക്ക് പതുക്കെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും സരസ്വതി അമ്മ ഇത്രയും കൊല്ലത്തിനോടിടയ്ക്ക് ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് വൃദ്ധസദനത്തിൽ കിടന്നിട്ട് ഒരു തരിമ്പ് പോലും മാറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്നാലും അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അതായത് രോഹിത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് സുമിത്രേ, അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അവന് സഹിക്കുകയല്ല, അവന് സങ്കടം വരും. അതായത് നമ്മുടെ രോഹിത്തിന് അങ്ങനെയൊക്കെ പറയും. ഇത് കേൾക്കുന്തോറും ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം. ഇനി എങ്ങാനും രോഹിത്ത് മരിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ സത്യമാണെങ്കിലോ, അങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാതിരിക്കൊന്നുമില്ലല്ലോ. ഒരു പക്ഷേ ഇനി രോഹിത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊരു കൂട്ടം എന്നുള്ള രീതിയിൽ സരസ്വതി അമ്മ വന്നതാണെങ്കിലും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നാഥനില്ലാത്തൊരു ഇതായിട്ടാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാഥൻ എവിടെയെങ്കിലും ഇരുന്ന് വന്നാൽ അതൊരു വലിയൊരു സർപ്രൈസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയും നമുക്ക് അതിനെ ഒന്ന് ചിന്തിച്ച് നോക്കാം. എന്തായാലും സരസ്വതി അമ്മ കാര്യങ്ങളുടെ ആ കഥാഗതി തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വന്നിറങ്ങിയ സരസ്വതി അമ്മ എന്തൊക്കെയാണോ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അനിയൻ ചെയ്ത പാതകങ്ങളെല്ലാം ഭാര്യയുടെ മുന്നിൽ ഏറ്റുപറയുകയും ഭാര്യാപ്രീതി തിരിച്ചു പിടിക്കുകയും ചെയ്തു. സുമിത്രയുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ഓരോ വെല്ലുവിളികളായിട്ട് ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. നമ്മുടെ കഥയിലെ സംഭാഷണങ്ങളിൽ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും സിറ്റുവേഷൻ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നമ്മുടെ പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു.
അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്